സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ റെക്കോർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കേൾക്കട്ടെ. ഇൻഷാ അല്ലാ. അപ്പം ഇൻഷാ അല്ലാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നമ്മളെന്താണ് ക്ലാസ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു യാത്ര, ഈ യാത്ര ഇൽമിൻ്റെ വഴിയിലായിട്ടുള്ള ഈ യാത്ര തുടരും. അതിന് എത്ര ദിവസങ്ങളുടെ കണക്കൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുന്നതിനനുസരിച്ച് ആ യാത്ര നമ്മൾ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്താണ് ഇൽമിൻ്റെ പ്രാധാന്യം, എന്തിനാണ് പഠിക്കുന്നത്, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഹാഫിദ് ഉസ്താദ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് അസുഖമായത് കൊണ്ടൊന്ന് ഇടപെടാൻ പറ്റിയില്ല. അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അസുഖമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു ഇൽമിൻ്റെ വഴിയിലായിട്ടുള്ള യാത്ര നമുക്ക് തുടരാം. അഹ്ലുസുഫ എന്നൊരു ഓപ്ഷനാണ് നമ്മളൊക്കെ ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും അത് തിരഞ്ഞെടുത്തത്, അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഓരോരുത്തർ അഭിപ്രായം പറയണം. നമ്മൾ സ്റ്റാർട്ടിങ് ക്ലാസ്സാണ്. അപ്പോൾ എന്താണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ഖിറാഅത്ത് നന്നാവണം, ഇൽമ് ഫിഖ്ഹ് പഠിക്കണം, നിയമങ്ങൾ അറിയണം, അതുപോലെ തസവുഫിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ കിതാബാണ് അടിസ്ഥാന സോഴ്സ്. ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് ഗ്രന്ഥങ്ങളാണ്. അത് വായിച്ചിട്ടായിരിക്കും മറ്റുള്ള എഴുത്തുകാരൊക്കെ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ എഴുതുന്നത്. ആ ഒരു മൂലഗ്രന്ഥം അല്ലെങ്കിൽ ആ ഒരു ബേസിക് സോഴ്സ് എന്ന് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങളെ അതിനെ വാസ്തവത്തിൽ ഇൻഫാക്റ്റ് അതിൻ്റെ ഫാക്ച്വലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഓരോരുത്തരും എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചുരുങ്ങിയ ഒരു വാക്കിൽ എല്ലാവരും തുടക്കത്തിലൊന്ന് പറയണം ഇൻഷാ അല്ലാ. ആദ്യം പറയും. ഞാൻ പേര് വിളിക്കാം. എന്നാൽ ആദ്യം മുഹമ്മദ് സാലിഹ് എന്നവർ പറയാം. എന്നായിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്നാലേ നമ്മളെ കമറുദ്ദീൻ മുഹമ്മദ് ക വോയിസ് ക്ലിയർ അല്ലാൻ തോന്നുന്നേ. മ്യൂട്ടാണോ? നമ്മളെ ഈ ഒരു ക്ലാസ് തുടങ്ങുകയാണല്ലോ, സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പോൾ എന്താണ് ഈ ഒരു ദർസ്? നമുക്ക് സാധാരണ ദർസിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ പഠിച്ച പോലെ പള്ളി ദർസുകളിൽ പോയിട്ട് കിതാബിന് മുമ്പിലിരുന്ന് ഉസ്താദിന് മുമ്പിലിരുന്ന് പഠിക്കാന്നല്ല. അത് എല്ലാവർക്കും പോസിബിൾ ആവില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും പല സിറ്റുവേഷനിലാണ് നമുക്കൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആ നഷ്ടപ്പെട്ടത് നമ്മൾ വീണ്ടെടുക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും എല്ലാവരും. വെറുതെ ഒന്ന് കയറി വെക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതിന് പുറമെ ഇങ്ങനെ ഒരു ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതും ഇത് തുടങ്ങാൻ പറ്റുന്ന, ഇനി ഇതിപ്പോൾ കണ്ടിന്യൂ ആയിട്ടില്ല എന്ന് തന്നെ വെക്ക്, എന്തായാലും ഇതിലേക്ക് ഒരു കാലെടുത്ത് വെക്കാൻ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പം അതിൽ നമുക്കൊക്കെ കുറേ ഉദ്ദേശം ഉണ്ടാവും. എന്താണ് ഇതിലൂടെ പോകുമ്പോൾ ഈ യാത്രയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്? ഓരോരുത്തരും പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് എന്താണെന്ന് ചുരുങ്ങിയ വാക്കിൽ നിന്ന് പറയാൻ. ആ അതെ അതെ. ഉം, ഉം, ഉം. അതെ അതെ അതെ.
അത് ഉം, ഉം, ഉം. ഇൻഷാ അല്ലാ. ജസാക്കല്ലാ. ആമീൻ. അതെ, ആമീൻ. ഇൻഷാ അല്ലാ. ഈ മർജാൻ അലി. ഉം, ഇൻഷാ അല്ലാ. ജമീൽ. MVS പാറപ്പുറം. വലൈക്കും സലാം. ഉം, ഇൻഷാ അല്ലാ. ചേക്കുട്ടി UK. വലൈക്കും സലാം. ആമീൻ. ഇൻഷാ അല്ലാ. വെരി ഗുഡ്. ജസാക്കല്ലാ ഖൈർ. അബൂബക്കർ ഒരു വീഡിയോ ഓൺ ആക്കിയില്ല. വീഡിയോ ഓൺ ആക്കിയാൽ സൗകര്യമായിരുന്നു. അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാൾ ബാക്കിയുണ്ട്. പിന്നെ അബ്ദുള്ള മുബാറക്. അവരും കൂടി പറയും. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ എന്താണ് നമ്മൾ ഈ ഒരു ഇൽമിയായ യാത്രയിൽ
അറിവന്വേഷണത്തിൻ്റെ ഈ ഒരു യാത്രയിൽ ഓരോരുത്തരും എന്നാ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വ്യത്യസ്തമായ വളരെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇൻഷാ അല്ലാ. അപ്പോൾ അബൂബക്കർ അവരും കൂടി പറയാം. അബ്ദുള്ള, അബൂബക്കർ രണ്ടാളാണ് പറയാനുള്ളത്. അവരെ കേൾക്കുന്നുണ്ടോ? ഹലോ. അവർ മറ്റൊരു സമയത്ത് പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും ചുരുക്കത്തിൽ എല്ലാവർക്കും എന്താണ് കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ രൂപത്തിൽ തന്നെ. അബൂബക്കർ അവർ ഓണായല്ലേ? ആ, ഈ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ നമ്മുടെ ഈ ഒരു ഇത്തരം വളരെ വ്യത്യസ്തമായ ദർസുകളിലൊക്കെ ഓതുന്ന മൂലഗ്രന്ഥമായ വളരെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെയാണ് വെച്ചിട്ട് നമ്മൾ ഓതുന്നത്. അതാണ് അഹ്ലു സുഫയുടെ കീഴിൽ വരുന്നത്. അത് സിലബസും മറ്റുള്ള വിശദീകരണങ്ങളും കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയും. ഇതിനോട് താല്പര്യം, ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം, അതുപോലെ താല്പര്യം ഉണ്ടാവാനുള്ള കാരണം, ചിലപ്പോൾ മുമ്പ് കുറേ പഠിച്ച ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ വേറെ എന്ത് പുറമെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അബ്ദുള്ള എന്നൊരു അബ്ദുള്ള മുബാറക്ക് എന്ന ഐഡിയുള്ള. വലൈക്കും അസ്സലാം. നിങ്ങളെ പേരങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഐഡിയുള്ള പേര് തന്നെ ആയിരിക്കും അല്ലേ? ആ, ഓക്കെ, പറഞ്ഞോളൂ. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. ജസാക്കല്ലാഹ് ഖൈർ. ഇനി അബൂബക്കർ. വലൈക്കും അസ്സലാം. നിങ്ങളെ പേരിങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും എന്നേക്കാളും വലിയ അനുഭവങ്ങളുള്ളവരും വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ വിളിക്കേണ്ടതെന്നുള്ള ചെറിയ ആശങ്കയിലും കൂടിയാണ്. എന്തായാലും ഐ ഡി കാണുന്ന പേര് ഞാനിങ്ങനെ. ശ്ശെ. യാ അല്ലാ, യാ അല്ലാ. ഓക്കെ, നിങ്ങൾ പറയും. ആ, അതെ. ഇൻഷാ അല്ലാ. ആമീൻ, ആമീൻ. ഇൻഷാ അല്ലാ. ഇനി ഒരാളും കൂടിയാണ് നമ്മൾ പറയാനുള്ളത്. ഇൻഷാ അല്ലാ. അബൂബക്കർ എന്ന ഐ ഡി. ആ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്ത് മൈക്ക്. വലൈക്കും അസ്സലാം. ആ, ഹലോ. ആ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറഞ്ഞു.
ഇൻഷാ അല്ലാ. ഇൻഷാ ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ, ജസാക്കല്ലാഹ്. ഓക്കെ. ഇനി ഇർഫാൻ ഇബ്രാഹിം എന്ന ഒരു ഐഡിയും കൂടി ഇപ്പം ജോയിൻ ചെയ്തിട്ട് കാണുന്നുണ്ട്. അവരൊന്ന് വീഡിയോ ഓൺ ആക്കോ. ഇർഫാൻ ഇബ്രാഹിം. ഇർഫാൻ ഇബ്രാഹിം. അവര് പിന്നെ പറയായിരിക്കും ഇൻഷാ അല്ലാ. അപ്പം എല്ലാവരും വ്യത്യസ്ത ആംഗിളുകളിലൂടെ പറഞ്ഞു. ആ, ഓക്കെ, ഓണായി. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ആ, ഓക്കെ, പറഞ്ഞു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇബ്രാഹിം ഫൈസി. ആ, 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 ആ. നമ്മളിപ്പോൾ ഓരോരുത്തരും ഇവിടെ പറഞ്ഞത് നമ്മൾ അഹ്ലു സുഫ ആണ്. അഹ്ലു സുഫൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. വലിയ കിതാബുകൾ. അതിങ്ങനെ പതിയെ പതിയെ കിതാബ് നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കൂല കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഓതി ഓതി വാക്കുകൾ പഠിച്ച് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ പഠിച്ച് അങ്ങനെ സ്വന്തമായിട്ട് കിതാബ് ഓതാൻ പറ്റുന്ന രൂപത്തിലേക്ക് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ നിങ്ങൾ എന്താണ് ക്ലാസ് ഇങ്ങനെ പോകുമ്പം ആഗ്രഹിക്കുന്നത് ഇതിലേക്ക്, അതും കൂടി ഒന്ന് പറയാം. വിഷയങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്, അതേസമയത്ത് അറബിയിലൂടെ അത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും വളരെ ആക്റ്റീവായി തന്നെ വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തു. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പോൾ ഇതിൽ നമ്മളെ ചേക്കുട്ടിക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യമാണ്. പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഖുശൂ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വലിയൊരു വിശേഷണമാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. പ്രത്യേകം നിസ്കരിക്കാൻ എല്ലാവർക്കും കഴിയും. നിസ്കരിക്കുന്ന സമയത്ത് ഖൽബ് അള്ളാഹുവിന് കൊടുത്തിട്ട്, ഖൽബ് പൂർണ്ണമായും അള്ളാഹുവിന് കൊടുത്തിട്ട് ഖുശൂ ഉള്ള ഖൽബോടുകൂടെ നിസ്കരിക്കാൻ പറ്റുക എന്നുള്ളത് അത് വല്ലാത്തൊരു വിശേഷണം. അപ്പം അങ്ങനെ നിസ്കരിക്കാൻ, നമുക്ക് നിസ്കരിക്കുമ്പോൾ ഖുശൂ കിട്ടാൻ, എന്താ ഇപ്പോൾ ഖുശൂ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനമൊന്നുമില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ചിന്തകളും പുറകിലേക്ക് തട്ടിക്കൊണ്ട് മനസ്സ് പൂർണ്ണമായും അള്ളാഹുവിന് കൊടുത്ത് നിസ്കരിക്കുക. അങ്ങനെ കൊടുത്ത് നിസ്കരിക്കണമെങ്കിൽ, ഖുശൂവോടുകൂടെ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കഴിയുക? വാട്സ് ദ വേ? എന്ത് വഴിയാണുള്ളത് അത് കിട്ടാൻ? എൻ്റെ ഒരു ചോദ്യമാണ്. ഞാൻ ആരും ഉത്തരം പറയാം. എങ്ങനെയാണ് നമുക്ക് ഖുശൂവോടെ നിസ്കരിക്കാൻ പറ്റുക? ആർക്കും പറയാം. എന്ത് മറുപടി എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ പിന്നെ സജീവമായിട്ട് ഇടപെടാന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. അതെ, അതെ. അള്ളാഹു എന്നുള്ള ഒരു ബോധം, ആ ഒരു ബോധം സദാ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതൊരു മറുപടിയാണ്. പിന്നെ യെസ്, 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 യെസ്. കിതാബിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ എഴുതി വെച്ചൊരു കാര്യമാണത്. തദബ്ബുറുൽ മഅന എന്നുള്ളത്. നമ്മൾ നോക്കി നോക്കി ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, അതുപോലെയുള്ള സൂറത്തുകൾ, അദ്കാറുകൾ, ഇതൊക്കെ നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് എത്ര പ്രധാനപ്പെട്ട ദിക്റുകളാണ് നമ്മൾ ചെല്ലുന്നത്. സൂറത്തുൽ ഫാത്തിഹൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ മനസ്സിൽ ഊഹിച്ചാലോ നമ്മൾ എത്ര എഴുതിയാലും തീരൂല. അപ്പം അത്രയും വലിയ
മായനകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു ചോദിക്കുന്നതിന് അർത്ഥമില്ല. അപ്പോൾ അത് ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഇതിൻ്റെ മായന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മൾ അതിൻ്റെ മായന ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അള്ളാഹു കൂടുതൽ കൂടുതൽ അതിലൊരു ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് കൂടുതൽ പിന്നെ അറിവിലേക്കുള്ള ആഴവും ഒക്കെ വർദ്ധിപ്പിച്ചു തരും. ഫാത്തിഹ ഇങ്ങനെ നിരന്തരം ഓതുന്ന സമയത്ത് ഒരു ദിവസം തന്നെ നിർബന്ധമായിട്ട് നമ്മൾ എത്ര തവണ ഫാത്തിഹ ഓതുന്നു? 17 തവണ നിർബന്ധമായിട്ട് ഓതണം. സുന്നത്ത് നിസ്കാരവും ബാക്കിയുള്ളതിൻ്റെ പുറമേയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് 10-25 തവണ നമ്മൾ യാസീന് ഏറ്റവും ചുരുങ്ങിയത് ഓതണം. അല്ല സോറി, ഫാത്തിഹ ഓതണം. ഈ ഫാത്തിഹ ഇത്രയും ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിയിട്ട് നമുക്ക് മാലിക് യൗമിദ്ദീൻ എന്താണ് ഇപ്പം അതിൻ്റെ അർത്ഥം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്താണ് ഇപ്പം അതിൻ്റെ അർത്ഥം? അല്ലദീന അൻഅംത അലൈഹിം. അല്ലദീന എന്ന് പറഞ്ഞാൽ എന്താ? അൻഅംത എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ഒരു ആകത്തുക നമുക്കുണ്ടാവും. പക്ഷെ ഈ ഓരോ ലഫ്ള് പറയുമ്പോൾ ആ മായന മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅല ചെല്ലുമ്പോൾ, സുബ്ഹാന റബ്ബിയൽ അദീം ചെല്ലുമ്പോൾ, സമീഅല്ലാഹു ലിമൻ ഹമിദ എന്താണ് ഇപ്പം അതിൻ്റെ അർത്ഥം? അപ്പൊ ഈ പറയുന്ന നിസ്കാരം മുഴുവനും ഇങ്ങനെ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സാർത്ഥകരായില്ലേ? ഈ ഭൂമിയിൽ നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നിസ്കാരമൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ലൈവായിട്ട് കേൾക്കാൻ പറ്റുന്നവർ പരമാവധി ലൈവായിട്ട് തന്നെ കേൾക്കുക. ബാക്കിയുള്ളവർക്ക് ഇൻഷാ അള്ളാ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, അങ്ങനെയും കേൾക്കാം. പരമാവധി ലൈവ് തന്നെ കേൾക്കുക. കാരണം റെക്കോർഡും മറ്റു പല കാരണം കൊണ്ടും മിസ്സാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ആയിക്കോട്ടെ. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ കിതാബുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഫാത്തിഹയെക്കുറിച്ച് നമുക്ക് ഫാത്തിഹയിൽ തുടങ്ങാം. ഫാത്തിഹനെ പറഞ്ഞുകൊണ്ട് ഫാത്തിഹ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഖിറാഅത്ത് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പിന്നെ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അർത്ഥം മാത്രമല്ല നമ്മൾ ഓതുന്നത്. നമ്മളെന്തോ ഓതിയിട്ട് കാര്യമില്ല. നമ്മളൊക്കെ മലയാളികളായതുകൊണ്ട് തന്നെ അറബിയിൽ പറയേണ്ട പല അക്ഷരങ്ങളും ഇപ്പം സ്വാദ്, ഇഹ്ദിന സിറാത്ത എന്ന് ഓതുന്ന സമയത്ത് ഇഹ്ദിന സിറാത്ത, സ്വാദ്, സിറാത്ത എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാദാണ്. സ്വാദ് എന്നുള്ളതിന് മലയാളികൾ നമ്മൾ പൊതുവെ എങ്ങനെ പറയാം? സ്വാദ് എല്ലാവരും ഒന്ന് പറയും. സ്വാദ്, സ്വാദ്. ആ അതെ, നമ്മളെല്ലാവരും. ആ അതെ. നമ്മൾ ഈ സിറാത്ത എന്നുള്ളതിൻ്റെ ആ അക്ഷരത്തിന് പറയുന്നത് സ്വാദ് എന്നാ പറയുക. സ്വാദ്. ഇത് മലയാളികളായ ആയതുകൊണ്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. സ്വാദ് എന്നുള്ളത് തെറ്റാണെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് പറയട്ടെ. സ്വാദ് എന്നുള്ളത് തെറ്റാണ്, സ്വാദല്ല. ഒരിക്കലും അറബിയിലുള്ള സ്വാദ് എന്ന ലെറ്റർ പറയുമ്പോൾ ചുണ്ട് ഇങ്ങനെ കൂടി വരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മലയാളികൾ വരുമ്പോൾ നമ്മൾ ശീലിച്ചു വന്നൊരിതാണ്, അങ്ങനെ വരും. സ്വാദ് എന്ന് പറയും, അത് തെറ്റാണ്. സ്വാദല്ല, സ്വാദ്. സൈ, സ, സൈ, സു, അതാണ് സ്വാദ്. അപ്പം എങ്ങനെയാണ് സ്വാദ് കറക്റ്റ് ഉച്ചരിക്കേണ്ടത്? മറ്റൊന്നാണ് വാദ്. വാദ്, വാദ് ഉണ്ട്, ല ഉണ്ട്, അള്ളാ ഇടലാണ്. അള്ളാ എന്ന് പറയുമ്പം ലാമ് ഡബിൾ ആവുന്നതാണ്. ലാമ് എവിടെ നിന്നാണോ നമ്മൾ ഉച്ചരിക്കുന്നത് ആ ലാമിൻ്റെ കുറച്ചും കൂടെ മേലെ നിന്നാണ് അള്ളാ എന്നതിൻ്റെ മഹ്റജ്. അള്ളാ എന്ന് പറഞ്ഞെടുക്കുക, അള്ളാ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. അള്ളാഹു എന്നതിൻ്റെ മാന മാറിയിട്ട് അള്ളാ എന്ന് പറയുമ്പം പിന്നെ ഭാർഗവി എന്നൊക്കെ അർത്ഥം. മറ്റേ ഇവരെ ഒരു ഹിന്ദുക്കളുടെ ഒരു ദൈവം ഉണ്ടല്ലോ, കുറേ കയ്യൊക്കെ ആയിട്ടില്ലേ, അങ്ങനത്തേനാണ് അറബി അള്ളാ എന്ന് പറയാം. അപ്പം അള്ളാന്ന് ഉള്ള സാധനം മാറിയിട്ട് അള്ളാ എന്നായി കഴിഞ്ഞാൽ അർത്ഥം എത്രയോ മാറി. നമ്മളെ അള്ളാഹു അക്ബറും ഇല്ല, പിന്നെ ഒന്നുമില്ല. അപ്പം ഹർഫുകൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഹ പറയേണ്ടടുക്ക ഹ പറഞ്ഞാൽ, ഹ പറയേണ്ടടുക്ക ഹ പറഞ്ഞാൽ, അതുപോലെ സീന് പറയേണ്ടടുക്ക സ്വാദ്, സ്വാദ് പറയേണ്ടടുക്ക സീന്, സ പറയേണ്ടടുക്ക സീന്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ വ്യാപകമായിട്ട് വരുന്ന വളരെ സങ്കടം തോന്നിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് പരിഹരിക്കാൻ തോന്നും. കാരണം നമ്മൾ നിസ്കാരമാണല്ലോ ചെയ്യേണ്ടത്. ഇൻ കേസ് ഫാത്തിഹയിൽ ബാക്കിയുള്ള സൂറത്ത് തെറ്റിപ്പോയാലും, ഇപ്പം നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇപ്പോൾ മഗ്‌രിബൊക്കെ നിസ്കരിക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ സൂറത്ത് ഓതും, ഖുൽ ഹു അല്ലാഹു അഹദ്. ആ സൂറത്ത് തെറ്റിയാലും നിസ്കാരത്തിൻ്റെ സ്വീകാര്യതനെ ബാധിക്കുന്നില്ല. അതേസമയത്ത് ഫാത്തിഹ തെറ്റിയാൽ ഒരാൾ ഓതുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതിലെന്തോ തെറ്റുണ്ടോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതിലെന്താ തെറ്റില്ല? ആ അതെ. അത് പലരും ശ്രദ്ധിച്ചോളുന്നില്ല. നഅ്ബുദു ശരി തന്നെയല്ലേ? നഅ്ബുദു തന്നെയല്ലേ? നഅ്ബുദു അല്ല, നഅ്ബുദു. ഐനും ഹംസയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക്
പല സാധാരണക്കാർക്കും അത് തമ്മിൽ വ്യത്യാസമില്ല. സാധാരണക്കാർക്ക് എന്നല്ല, പല ഉസ്താദുമാരും ചിലപ്പം തെറ്റിക്കും. അപ്പോൾ ആര് തെറ്റിച്ചാലും തെറ്റ് തെറ്റ് തന്നെ. അയിന് പറയേണ്ടടുക്ക ഹംസ പറഞ്ഞാലും ഹംസ പറയേണ്ടടുക്ക അയിന് പറഞ്ഞാലും അത് ആര് ഏത് മഹ്ലൂക്ക് പറഞ്ഞാലും അത് തെറ്റന്നെ. അപ്പം ഫാത്തിഹയിൽ ഒരു കാരണവശാൽ ഫാത്തിഹയിലെ ഒരു ഹർഫ് തെറ്റിയാൽ ഫാത്തിഹയിലെ ഒരു ഹർഫ് തെറ്റിയാൽ ഹ പറയേണ്ട സ്ഥാനത്ത് ഹ പറഞ്ഞാൽ, ഐന് പറയേണ്ടടുക്ക ഹംസ പറഞ്ഞാൽ ഫാത്തിഹ പോയി, ആ ആയത്ത് പോയി, ഫാത്തിഹ ബാത്തിലായി. ഫാത്തിഹ ബാത്തിലായാൽ ആ റക്കായത്ത് ബാത്തിലായി. ആ റക്കായത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിസ്കാരമില്ല. നമ്മൾ നാളെ പോയ ഒരു നിസ്കാരം കാണൂല. ഇതൊക്കെ എവിടെ പോയി റബ്ബെ? പഠിക്കാൻ അവസരമില്ലേ? ഇപ്പം നിങ്ങളതുപോലെ തന്നെ ഇതേ സിറ്റുവേഷനുള്ള ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇത്ര ആൾക്കാരുണ്ട്. പക്ഷെ അവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവസരമുണ്ട്, പഠിക്കാനുള്ള അവസരമുണ്ട്. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ കുറ്റക്കാരാവും. അപ്പോൾ നമ്മൾ ഫാത്തിഹ ആദ്യം റെഡിയാക്കി പോവുക. ഇൻഷാ അല്ലാഹ്. പിന്നെ ആമുഖമായിട്ട് തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഏഹ്, നമ്മളെ പാരമ്പര്യ ദർസിൻ്റെ ഒരു ശൈലി പറഞ്ഞാൽ ഉസ്താദ് ഇങ്ങനെ നടുക്കിലിരിക്കും. ഏഹ്, ബാക്കി എല്ലാവരും ഇരുന്നിട്ട് ഉസ്താദ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, ബാക്കിയുള്ളവർ കേൾക്കും എന്ന ശൈലിയാണ്. പക്ഷെ നമ്മൾ പിന്നെ ഓൺലൈനിൽ കൂടെ ആവുമ്പോൾ കുറേ പരിമിതികളുണ്ടല്ലോ. നേരിട്ട് മുഖതാവിലുള്ളത് പോലെയല്ലല്ലോ ഓൺലൈനായിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, നിങ്ങൾ ഇങ്ങോട്ടും ഇടപെടണം, ഞാൻ അങ്ങോട്ടും ഇടപെടും, ആ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ PG സൈക്കോളജി കൂടി ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് ആ രൂപത്തിലും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, മേക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് ആ രൂപത്തിൽ പോകാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഫസ്റ്റ് ഫാത്തിഹ നമുക്ക് ഓരോ ഇതൊന്ന് റെഡിയാക്കി പോവാം. എക്സ്ക്യൂസ് മീ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ തുടങ്ങാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദുൽ തുടങ്ങിയ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു വിഷയം, നമുക്ക് റോൾ നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? 1 2 3 എന്ന നമ്പർ വിളിക്കുന്നതനുസരിച്ചിട്ട് ഓരോ കാര്യം പ്രസൻറ്റ് ചെയ്യാനും പറയാനും ഒക്കെ ആയിട്ട് അങ്ങനെ ആക്കാം അല്ലേ? എൻ്റെ ഇതിൽ സ്ക്രീനിൽ കാണുന്ന ഒരു ഓർഡറില്ല, ആ ഓർഡറിൽ ഞാൻ നമ്പർ ആക്കട്ടെ. ചേക്കൂട്ടിക്കാണ് ഒന്നാമതായിട്ട് കാണുന്നത്. അപ്പം നമ്പർ 1 നിങ്ങൾ, പിന്നെ MVS നമ്പർ 2. നിങ്ങളുടെ പേര് അബ്ദുൽ സത്താർ MV. ഈ നമ്പർ ഒന്ന് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് എഴുതി തരണം, അവരവരെ നമ്പർ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ. ആയിക്കോട്ടെ. പിന്നെ മർജാൻ ആണ് മൂന്നാമതായിട്ട് വരുന്നത്, നമ്പർ 3. പിന്നെ മുഹമ്മദ് സാലിക്കാണ് 4. പിന്നെ അബൂബക്കർക്കാണ് 5. മുബാറക്ക 6. ഇർഫാൻ ഇബ്രാഹിം 7. ഇപ്പം ആലത്തൂർ പാലക്കാട് എന്ന ആരാ പേരെന്താ, ഇപ്പം ജോയിൻ ചെയ്തതാണ്, അവർ 8. ഓക്കെ. ഈ നമ്പറിൽ പിന്നെ നമ്മളെ റോൾ നമ്പർ ആക്കാം. ഓക്കെ. അബ്ദുള്ള മുബാറക്ക നമ്മളെ ഇതിലല്ല ചെയ്യേണ്ടത്, വാട്സപ്പിൽ. എനിക്ക് ഇത് പേര് എഴുതിയിട്ട് പേര് പ്രകാരം മാറ്റി എഴുതേണ്ടതുണ്ട്. അപ്പോൾ വാട്സപ്പിലൊന്ന് എഴുതി വിട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം തഅവ്വുദ് ഓതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. നമ്പർ 1. ഒന്നുകൂടെ അയിനൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് അഊദു അഊദു ദാലും ശ്രദ്ധിക്കുക, അയിനും ശ്രദ്ധിക്കുക. അത് രണ്ടും ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഒന്നുകൂടെ. അടുത്ത നമ്പർ 2 ആണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ. നമ്പർ 3.
വെരി ഗുഡ്. നമ്പർ 4. നമ്പർ 5 അബൂബക്കർ का अबूबकर का वीडियो पॉज ആയിട്ടുള്ളതാണ്. അബ്ദുള്ള മുബാറക്, ഇർഫാൻ ഇബ്രാഹിം, ഓക്കെ. ലാസ്റ്റ് ജോയിൻ ചെയ്ത ഒരാളുണ്ട്. അവർ വീഡിയോ ഓണാക്കിയാൽ ആലത്തൂർ പാലക്കാട് എന്നാണ് ഇതിൽ ഐ ഡി കാണുന്നത്. ഓക്കെ, അത് ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പം ഇതിൽ എല്ലാവരും വളരെ ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. ഷെയ്ത്താനാണ്, എന്തല്ല ഷെയ്ത്വാനല്ല, ഷെയ്ത്വാൻ. അങ്ങനെ കുറച്ച് ആൾക്കാർ ഓതിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഓതിയൊക്കെ. മൈക്ക് ഓണാക്കണം എന്നില്ല, മൈക്ക് ഓണാക്കണം എന്നില്ല, അന്നേരം ഭയങ്കര ഒച്ചപ്പാടാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ. ത്വാന്നുള്ളത് ഒഴിവാണ്. സ്വന്തം ഒന്ന് ഓതിയൊക്കെ അങ്ങനെ തന്നെയല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ബിസ്മിയിലേക്ക് എടുക്കുകയാണ്. ബിസ്മി ഓരോരുത്തരും മേക്ക് ഓൺ ആക്കിയിട്ട് ഒതുക്കി ലഭിച്ചരണം, ഈ ഓർഡറിൽ തന്നെ, നമ്പറിന് കൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാനില്ല, ഹ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹ, 2 ഹ വരുന്നുണ്ട്. ബിസ്മില്ലാഹി, അവിടെ ഹ ആണ്. ബിസ്മില്ലാഹി അർ റഹ്മാനി, അർ റഹ്മാനി. അവിടെ റഹ്മാനി എന്ന് ചില ആൾ പറയും, അത് ശ്രദ്ധിക്കണം. റഹ്മാനി അല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയരുത്. ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, നമ്പർ 1. ഓക്കെ, 2. ഓക്കെ, 3. Four. Okay, 5. अबूबकर का. Okay, 6. 7. Okay, next. നൗഷാദ്. അങ്ങനെ മൈക്ക് മ്യൂട്ടാണ്. നൗഷാദ് ഖാൻ്റെ മൈക്ക് മ്യൂട്ട്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഓദിക്കും. ഓക്കെ. ബിസ്മി എല്ലാവരും ഉഷാറായി ഓതിയിട്ടുണ്ട്. ഇനി മൈക്ക് ഓഫ് ആക്കിയിട്ട് എല്ലാവരും ഒന്ന് 2 വട്ടം ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അല്ലാഹി എന്നതിൻ്റെ അത് ഹാവും, പിന്നെ റഹ്മാനി റഹീം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഒന്നാമത്തത് ഹ, ആ റൗണ്ടിലുള്ള ഹ. മറ്റേത് ഹ, റഹ്മാനിയും റഹീമും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഓതിയിട്ട് രണ്ടും ഒന്നുകൂടെ ഓതി വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 കിടക്കാം.
ഏതാ ബിസ്മി കഴിഞ്ഞാൽ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദു. അടുത്ത അൽഹംദു ആണ്. അവിടെയും ശ്രദ്ധിക്കാനുള്ളത് ഹ ആണ്. ഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് അൽഹംദുന്റെ ഹ, പിന്നെ ആലമിന്റെ ഐന്. അത് രണ്ടുമാണ് ഈ അൽഹംദുൽ ശ്രദ്ധിക്കേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ, നമ്പർ 1. അവിടെ ആലമീനായി പോകുന്നുണ്ട്. അയിനൊന്നും കൂടെ മുഴങ്ങി വരണം. ആയിൻ, ആ ഒരു മുഴക്കത്തോടെ ആയിൻ റബ്ബിൽ ആലമീൻ എന്ന്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ടു. ഓക്കെ, ത്രീ. ഓക്കെ, ഫോർ. ഓക്കെ, ഫൈവ്. സിക്സ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ മൂന്ന് മേക്ക് ഓഫ് ആക്കിയിട്ട് മൂന്നാളും ചെക്ക്, മൂന്നായത്തും ചെക്ക് ചെയ്യുക. പറയും പോലെ തന്നെയാണോ? ഒന്നാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ അവിടെ ഐനന്നെ വരണം. റബ്ബിൽ ആലമീൻ എന്നതിന് ബദലായിട്ട് റബ്ബിൽ ആലമീൻ ഓതിയാൽ കേൾക്കാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫാത്തിഹ പോയിട്ടുണ്ട്, കേൾക്കാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ആലമീൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആലമീൻ എന്നുള്ളത് ഉള്ളിടത്ത് ഹംസയാണ്. ആലമീൻ എന്നുള്ളിടത്ത് ഐനാണ്. ഹംസ മാറിയിട്ട് ഐനായാൽ ഹർഫ് തെറ്റി. ഹർഫ് തെറ്റുക എന്നുള്ളത് ജലിയായ ആ, ലഹ്നുൻ ജലിയാണ്. ലഹ്നുൻ ജലി ഫാത്തിഹയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഫാത്തിഹ ബാത്തിലായി. ഫാത്തിഹ ബാത്തിലായാൽ ആ ഫാത്തിഹയുടെ നിസ്കാരവും ബാത്തിലാവും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബിൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നെക്സ്റ്റിലേക്ക് കിടക്കാണ്. ഈ മൂന്നൊന്നും കൂടെ ഒന്ന് നോക്കി മേക്ക് മ്യൂട്ടാക്കിയിട്ട് തഅവ്വുദ്, അഊദു, അത് കഴിഞ്ഞിട്ട് ബിസ്മി, അൽഹംദ് എന്ന് നോക്കി എല്ലാവരും. ഏതെങ്കിലും പെർഫെക്റ്റ് എല്ലാം തോന്നുന്നുണ്ട മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും. അതിന് എൻ്റെ റെഡി ആണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റിലേക്ക് കിടക്കണം. നെക്സ്റ്റ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞാൽ പിന്നെ അർറഹ്മാനിർ റഹീം. അർറഹ്മാനി പറയാൻ പ്രയാസമില്ല. കാരണം നമ്മൾ ബിസ്മി പറയുന്നവർക്ക് ഹ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ ഹ പറയണം. ആ ഹ തന്നെയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ അർറഹ്മാനി പറയുന്ന സ്ഥലത്ത് അർറഹ്മാനി ആയി പോരുത്. ഹ മാറിയിട്ട് ഹ ആയാൽ അത് അക്ഷരം മാറി ജരിയായ ലഹ്ന് വന്നു പോവും. അപ്പം അർറഹ്മാൻ റഹീം എന്ന് പറയാതെ ഹ എന്ന് ചുരുക്കിയിട്ട് ചെറുതായിട്ട് ഹ. നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ കൂട്ടിയാൽ, എരിയുന്ന കറിയൊക്കെ കൂട്ടിയാൽ ആഹ് ഒരു സൗണ്ട് വരില്ല. ഹ അഹ് അഹ്. അതെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. അഹ് സൗണ്ട്. അഹ് അഹ്. ആ ഹ വരണം. അല്ലാതെ നമ്മൾ അള്ളാഹു അള്ളാഹു എന്ന് പറയും എല്ലാവരും. അള്ളാഹു മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും അള്ളാഹു. ആ അള്ളാഹു അവിടെ പിസ്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ഹ, അവിടെ ഹ തന്നെ വരണം. അവിടെ അള്ളാഹു അങ്ങനെ മഹ്റജ് അങ്ങനെ തന്നെ ഹറൂഫുൽ ഹൽക്കിൽപ്പെട്ട ഹ അങ്ങനെ വരണം. അതേ സമയത്ത് റഹ്മാനി എന്ന് പറയുന്നിടക്ക അവിടെ നമ്മൾ കുറച്ചൊന്ന് പിസ്ക്കണം. ചെറുതാക്കിയിട്ട് നേരം ആക്കിയിട്ട് കൊണ്ടുവരണം. അർ റഹ്മാനി പറയരുത്. അർ റഹ്മാനി, അർ റഹ്മാനി.
അർ-റഹ്മാനിർ റഹീം. നമ്പർ 1 ലെഫ്റ്റ് ആയി തോന്നുന്നല്ലേ? ചേക്കൂട്ട്. ആ നമ്പർ 2. ആ ഇല്ല ഉണ്ട്. ഓക്കെ. ആ ആ അതെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു റോ എന്നുള്ളൊരു സാധനം, റോ ഇല്ല. അർ-റഹ്മാനി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞോന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കിയ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അർ-റഹ്മാനി റഹീം എന്ന് പറയുന്ന ഒഴിവാക്കിയിട്ട് റോ, ഓ, ഓ സാധനം ഒഴിവാക്കുക, അതില്ല. അർ-റഹ്മാൻ ഇല്ല. അർ-റഹ്, അർ-റഹ്മാനി, അർ-റഹ്മാനി റഹീം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ടു. നമ്പർ 2 മൈക്ക് മ്യൂട്ട് ആണ്. അവിടെ ഹാ, നമ്മളെ ഹാ ചെറുതായിട്ട് ഒന്ന് ഇതാവാണ്ട്. ഹാ ഒന്നും കൂടി നേരം ആക്ക്, ലൈറ്റ് ആയിട്ട്. റഹ്മാനി. ഓക്കെ. നമ്പർ 3. അയ്യോ മാഷാ അല്ലാ, ജമീൽ. നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ്. ആ ഇനി ഓരോരുത്തരിങ്ങനെ മതി. ആ അവിടെ റോന്ന് ചെറുങ്ങനെ വരുന്നുണ്ടോന്നൊരു സംശയം. റോ വരരുത്. അർ-റഹ്മാനി റഹീം. ഓക്കെ, അബ്ദുള്ള മുബാറക്ക് എന്നൊരാൾ ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. അർ-റഹ്മാനി റഹീം. ഓക്കെ, അബൂബക്കർ നിങ്ങൾ ഒന്നുകൂടെ ഓതി, നിങ്ങൾ വ്യക്തമായിട്ടില്ല. ആ പിന്നെ അർ-റഹ്മാനു എന്ന് പറയുന്ന ഒരാൾക്ക് അർ-റഹ്മാനുർ റഹീം. അർ-റഹ്മാനുർ റഹീം അല്ല, അർ-റഹ്മാൻ, അർ-റഹ്മാനി, അർ-റഹ്മാനി, അർ-റഹ്മാനിർ റഹീം. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ആള് സാലിക്ക നൗഷാദ് കാട്ടുണ്ടോ ഉള്ളത്? അർ-റഹ്മാനിർ റഹീം. ഉം. മുഹമ്മദ് സാലിഖ്. ഓക്കെ, നെക്സ്റ്റ്. അർ-റഹ്മാൻ റഹീം കഴിഞ്ഞിട്ട് അടുത്ത ആയത്ത് ഏതാ? മാലിക്കി, മാലിക്കി യൗമിദ്ദീൻ. മാലിക്കി എന്ന് പറയുമ്പം ഖ, ഖാഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഖ, ഖ. എല്ലാവരും ഇവിടെ ഇങ്ങനെ കൈവച്ച് നോക്ക്. ഖ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചൂടുള്ള കാറ്റ്, ചെറിയൊരു ചൂടുള്ള കാറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. ഖ, ഖ ഉണ്ടോ? വരുന്നുണ്ട് എന്ന് പറയുന്നൊരു കൈവക്ക്. ഒരു ചെറിയ ചൂടുള്ള കാറ്റുണ്ട്. ആ ആ കാറ്റില്ലെങ്കിൽ മനസ്സിലായിക്കോ നമ്മളെ കാഫിന് എന്തോ ഒരു പ്രശ്നമുണ്ട് മനസ്സിലായിക്കോ. നമ്മളെ കാഫ് ശരിയായ കാഫ് ആണെങ്കിൽ അതിന് ചെറിയൊരു കാറ്റ് വരും. മാലിക്കി, മാലിക്കി, മാലിക്കി. ഖ, ഖ. അതേ സമയത്ത്, നോട്ട് ദ പോയിന്റ്, അതേ സമയത്ത് നമ്മളെ ഈ ഖാഫ് ഉണ്ട്, ഖാഫ് രണ്ട് പുള്ളിയുള്ളൊരു ഇല്ലേ, ഫാ ഖാഫ്, ഫാ ഖാഫ് രണ്ട് പുള്ളിയുള്ള ഖാഫ്. ഖാഫ് വരുമ്പോൾ കാറ്റ് വരൂല. അവിടെ ഖാ, അത് വളരെ ഉള്ളുന്ന വരുന്നത് ഖാഫ്. അതേ സമയത്ത് ഖാഫ്, മാലിക്കി എന്നതിന്റെ ഖാഫ് വരുമ്പോൾ ചെറിയൊരു കാറ്റുണ്ടാവും. നമ്മളെ വായിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് ആ കാറ്റിന് ചെറിയ ചൂടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചൂടുള്ള കാറ്റ് എന്ന് പറഞ്ഞത്. ഖ, 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 മാലിക്കി. വല്ലാതെ കാറ്റാക്കിയിട്ട് ഓവറാക്കും വേണ്ട, ചെറിയൊരു ലൈറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഓക്കെ, അടുത്ത ആയത്ത് ഓതാം. മാലിക് യൗമിദ്ദീൻ. യോമിദ്ദീൻ ആവരുത്, യോമിദ്ദീൻ ഓതരുത്. യൗ, യാഇന് ഫത്ഹാൻ. യൗമിദ്ദീൻ, യൗമിദ്ദീൻ. ഓക്കെ, ഓദിക്കാം. ഓക്കെ, 2. ഓക്കെ, ഗുഡ്. 3. ഓക്കെ, 3. 3. ഓക്കെ, 4.
ഫോർ ഓതി ഫോർ ആരാ? ഓക്കെ ഫൈവ്. ഓക്കെ സിക്സ്. ഓക്കെ. ഓക്കെ ലാസ്റ്റ്. ഓക്കെ ഉഷാറായിട്ടുണ്ട്. ഇനി ഞാൻ അതുവരെ ഒന്ന് ഓതി വെക്കാം. നമ്മൾ ഇതുവരെ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് ചെയ്തത്. അതുവരെയുള്ള ഒന്ന് ഓതി വെക്കാം. ഞാൻ ആദ്യം ഒന്ന് ഒരായത്ത് ഓതും, അപ്പൊ നിങ്ങൾ ഓതണം എല്ലാവരും കേട്ടോ. മൈക്ക് ഓൺ ആയിക്കോ, മൈക്ക് ഓൺ ആക്കി വെച്ചോ. أعوذ بالله من الشيطان الرجيم. ഓത് എല്ലാവരും. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. ഫാത്തിഹക്ക് രണ്ട് ഭാഗമുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ട് ഭാഗം. ആദ്യത്തെ ബിസ്മിന് എല്ലാത്തിനും തുടക്കത്തിൽ ബിസ്മി വേണല്ലോ. അങ്ങനെ ബിസ്മി കൊണ്ട് തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ റബ്ബുൽ ആലമീൻ അത് അള്ളാഹുവിന് വലിയ വസ്ഫ. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ വലിയ സ്ഥാനങ്ങളെ നമ്മൾ പുകഴ്ത്തി പുകഴ്ത്തി പറയാണ്. റബ്ബുൽ ആലമീൻ, ആലമീങ്ങളുടെ റബ്ബാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ രക്ഷിതാവ്, ഉടമ. നമ്മളൊക്കെ ഉടമസ്ഥ കണക്കന്നെ. നമുക്ക് നമ്മളെ പേരിലൊരു കാറുണ്ട്, വലിയ സ്ഥലമുണ്ട്, വലിയ വീടുണ്ട്, അതിൻ്റെ ഉടമ ഞാനാണ്. ഓ എന്താ നമ്മളെ പവർ! പക്ഷെ അത് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ട് എന്നുള്ളത് വളരെ നിയമശികമാണ്, എല്ലാവർക്കും അറിയാം, ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എല്ലാത്തിൻ്റെയും യഥാർത്ഥ വലിയ ഭൂമി ഉണ്ടെങ്കിൽ, അതിൻ്റെ ആകാശം ഉണ്ടെങ്കിൽ, എന്തൊക്കെ ഉണ്ടോ ആലമീനില് മാ സിവൽ ബാരി, അതാണ് ആലമീൻ്റെ താരീഫ്. അള്ളാഹു അല്ലാത്ത എന്തുണ്ടോ അതൊക്കെ. ഇതിൻ്റെയൊക്കെ ഉടമ ആരും ചോദിച്ചാൽ ആ ഉടമയായ അള്ളാഹു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിന് കൊടുക്കുന്ന വലിയ ആ ഒരു പുകഴ്ത്തലാണ്. അത് കഴിഞ്ഞിട്ട് അർ റഹ്മാൻ റഹീം, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. ഭൂമിയിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ കാരുണ്യം ചെയ്യുന്ന അള്ളാഹു. പരലോകത്ത് വഴിപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് കാരുണ്യം ചെയ്യുന്ന അള്ളാഹു. അങ്ങനെയുള്ള അതിന് വേറെ കുറേ വിശദീകരണങ്ങളുണ്ട്. എന്തായാലും കാരുണ്യം ചെയ്യുന്ന വലിയ കരുണാമയനായ അള്ളാഹു, അള്ളാഹുവിൻ്റെ വലിയ വിശേഷണം അത് പറഞ്ഞിട്ട് പിന്നെ മാലിക് യൗമുദ്ദീൻ. യൗമുദ്ദീൻ അതാണ് നാളെ വരുന്ന ഹിയറാഫ്റ്റർ വേൾഡിൽ നാളെ വരുന്ന സമയത്ത്, പരലോകത്ത് അവിടെ കൂടുന്ന സമയത്ത്, ഇവിടെ വലിയ രാജാക്കന്മാരായി നടന്ന ആൾക്കാരുണ്ട്, ഇവിടെ ലോകം ഭരിച്ച ലോക പോലീസുമാരുണ്ട്. അവരൊക്കെ നാളെ ഇങ്ങനെ താടിക്കൈ കൊടുത്ത് വിരൽ കടിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ അധികാരം ഇന്ന് ആരുണ്ട് അധികാരം സ്ഥാപിക്കാൻ എന്ന് ചോദിച്ച ഒരാൾക്കും ഒരു അർഹം അവിടെ പറയാണ്ടാവില്ല. ആ സമയത്ത് സർവാധികാരി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ നാളത്തെ ഹാൻഡുള്ള പവറുള്ള ആള്, അത് ആ ഒരു വിശേഷം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു കാര്യം കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് ഫാത്തിഹയിലൂടെ പഠിപ്പിച്ചു തരാണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരാളടുത്ത് പോയിട്ട് ഒരു വിഷയം പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് നേരത്തെ തന്നെ വിഷയം അവതരിപ്പിച്ചിട്ട് എനിക്കത് വേണം എന്ന് പറയല്ല വേണ്ടത്. അതേസമയത്ത് അവർക്ക് അർഹതപ്പെടുന്ന സ്ഥാനങ്ങളെ നമ്മൾ ആദ്യം വകവെച്ചു കൊടുത്ത് അവരൊക്കെ പുകഴ്ത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെതായ മട്ടത്തിൽ പറഞ്ഞിട്ട് വേണം നമ്മൾ ആവശ്യം പറയാൻ എന്നും കൂടെ ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ അത്രയും വിശേഷമായ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് എന്താ? മാലിക് യൗമുദ്ദീൻ. ഈ പിന്നെ യൗമുദ്ദീനിൽ നാളെ പരലോകത്തും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നഫ്സി നഫ്സി എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഏറ്റവും വലിയ അധികാരമുള്ള അള്ളാഹു എന്നുള്ള വിശേഷണം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യം പറയാം മാലിക് യൗമുദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നെ അത് നമ്മളുടെ ട്രീറ്റിയാണ്, നമ്മളോട് നമ്മൾ വേറൊരാൾക്കും അടിയറവ് പറയുന്നില്ല. അള്ളാഹുവാണ്
വേറെ ഒന്നിനും നമ്മൾ പറയുന്നില്ല. നമ്മൾ സഹായം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് അള്ളാഹുവിനോടാണ്. വേറൊരു ദൈവത്തിലോ വേറെ ഒന്നിലോ നമ്മൾ വിശ്വസിക്കുന്നില്ല. അൽ വാഹിദുൽ ഖഹാർ, അള്ളാഹുവായ നിന്നോട് മാത്രമാണ് നമുക്കൊക്കെ പറയാനുള്ളത്, നീ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യം പറയാം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പൊ നമ്മളൊക്കെ സിറാത്തുൽ മുസ്തഖീമിലുള്ള ആൾക്കാരല്ലേ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, വിശ്വാസികളല്ലേ. മുസ്ലിങ്ങളായ നമ്മളാണ് നിസ്കാരാണ് പിന്നെ സ്വർഗത്തിന്റെ ചാവി. ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ സന്മാർഗത്തിലേക്ക് ചേർക്കണേ അള്ളാഹ്ന്ന് ചോദിക്കുക. ഇത്രയും അള്ളാഹുവിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്താനുള്ള എല്ലാം പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക നമ്മളെ സന്മാർഗത്തിലേക്ക് ചേർക്കണേ. നമ്മൾ സന്മാർഗത്തിൽ തന്നെയാണ് ഉള്ളത്. എന്നാലും ഇതിൽ നിന്നുള്ള വലിയ ലക്ഷ്യസ്ഥാനമുണ്ട്, സ്വർഗത്തിലെത്തണം. അവിടെ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ ലിഖാഹ്, അള്ളാഹുവിനെ കാണണം, ഇവിടുന്ന് വ്യതിചലിച്ച് പോകരുത് എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം ഈ സന്മാർഗത്തിൽ നിന്നും കൂടുതൽ സന്മാർഗത്തിലേക്കും അതിൻ്റെ ലദ്ദത്തൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കണം എന്ന് ചോദിക്കുകയാണ്. പിന്നെ അതിൻ്റെ വിശദീകരണം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നമ്മളവിടെ പറഞ്ഞു നിർത്തിയില്ല, എന്നെ നല്ല ചൊവ്വായ വഴിയിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. എങ്ങനത്തെ വഴിയാണ്, അതായത് അല്ലാഹ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനത്തെ വഴിയാണ്, നീ പ്രത്യേകമായി നിയമത്ത് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, നിന്റെ സ്വാലിഹ്യങ്ങളായ ആൾക്കാരുണ്ട്, സ്വലഫു സ്വാലിഹകളുണ്ട്, പിന്നെ ഉലമാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, അതുപോലെയുള്ള നീ പ്രത്യേകം അനുഗ്രഹം ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ ഒരു പാത ഉണ്ടല്ലോ, ആ പാതയിലേക്ക് നീ എന്നെ ചേർക്കണം. ലാലിന്യങ്ങളായ വഴി പിഴപ്പിക്കുന്നവരായ ഒരു ടീമിലേക്ക് നീ എന്നെ ചേർക്കരുത് എന്നുള്ളൊരു ആശയമാണ് നമ്മൾ ശരിക്കും ഫാത്തിഹയിൽ ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പുകഴ്ത്തലുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും മഹത്തരമായ രൂപത്തിൽ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ആവശ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് വെറുതെ വളരെ ലാഘവത്തോടെ കൂടെ ഇങ്ങനെ ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതിയോന്ന് തന്നെ ചിലപ്പോൾ സംശയിക്കും. അപ്പം അങ്ങനെ ഓതുന്നതിന് പകരം ഈ രൂപത്തിൽ ചിന്തിച്ചോക്കെ ഏറ്റവും ചുരുങ്ങി നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇത് മൂന്നും അള്ളാഹുവിന്റെ വലിയ വിശേഷണമാണ്. എത്ര ഒന്നും തിരിയാത്തവനിക്കും അത് ആലോചിക്കാൻ പറ്റും. ഇത് മൂന്നും അള്ളാഹുവിന്റെ വലിയ വിശേഷണമാണ്. ഞാൻ ഈ 3 ആയത്ത് ഓതുന്നതിലൂടെ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് എന്നുള്ള ചിന്ത ആർക്കും മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. നിർബന്ധമായിട്ട് നമ്മൾ എത്ര നിസ്കരിക്കുന്നുണ്ടോ അതിൽ എത്ര ഫാത്തിഹ ഓതുന്നുണ്ടോ, ഈ ഫാത്തിഹ ഓതുന്ന സമയത്ത് ആദ്യത്തെ 3 ആയത്ത് ഓതും, ബിസ്മി കഴിഞ്ഞിട്ട് പിന്നെയുള്ള 3 ആയത്തുകൾ അത് അള്ളാഹുവിന്റെ വലിയ പിന്നെ സ്ഥാനത്തിന് നമ്മൾ വകവെച്ച് കൊടുക്കലാണ്. അതിനെ നമ്മൾ പുകഴ്ത്താണ്. ഒന്നുമല്ലാത്ത ഞാൻ ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്താണ്, ഞാൻ ഒന്നുമല്ല, അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്താണ്. അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് സൽപാന്താവിൽ നീ എന്നെ അടിയുറച്ച് നിർത്തണം. നീ പ്രത്യേക അനുഗ്രഹം ചെയ്ത വലിയ ആളുകളുടെ ഇബാദത്തിനായിട്ട് ജീവിതം നീക്കി വെച്ച ആൾക്കാരുണ്ട്, നമുക്ക് അതിനൊന്നും സാധ്യമല്ല. അപ്പൊ ആ ഒരു പാതയിൽ പാവ എന്നെയും ചേർക്കണം എന്നാണ് ഫാത്തിഹയിലൂടെ പറയുന്നത് എന്നുള്ള ബോധം ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൽ ചേർന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിൽ കരുതുക. ഇന്ന് മുതൽ ഫാത്തിഹ ഓതുമ്പോൾ ഏറ്റവും ചുരുങ്ങി അങ്ങനെയുള്ള ഒരു ടോട്ടലി ആയിട്ടുള്ള ഒരു മാനയെങ്കിലും അങ്ങനെ ഒരു ആശയെങ്കിലും നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആ ഒരു ആശയം ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓരോ അക്ഷരവും ഫാത്തിഹയിലുള്ള ഓരോ വാക്കുകളും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിൽ ഫാത്തിഹ എത്ര വിശാലതയിൽ നമ്മൾ ഊളി ഇറങ്ങിയാലും ഒരു കടലിൻ്റെ ആഴിയിലേക്ക് പോകുന്നതിനേക്കാളും അത്രയും പിന്നെ കൗതുകകരവും ഒക്കെ ആയിരിക്കും. നമ്മൾ എത്ര പോയാലും എത്തൂല. എന്നാലും നമുക്ക് എന്താണ് ഓരോ വാക്കുകൾ ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തഫ്സീറിൻ്റെ ക്ലാസ്സുകളിലൂടെയൊക്കെ പോകാം. നമുക്ക് ഫിഖ് ക്ലാസ് ഉണ്ട്, തസവുഫിൻ്റെ ക്ലാസ് ഉണ്ട്, അതൊക്കെ ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിലൂടെ പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ കിതാബിൻ്റെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ലഫ്ദുകൾ അഹ്ലുസുഫയാണല്ലോ, അപ്പം നമ്മൾ നോട്ട് വേണം, എല്ലാവർക്കും നിർബന്ധമായിട്ട് നോട്ട് വേണം. നമുക്ക് പല വാക്കുകൾ എഴുതിയെടുക്കേണ്ടി വരും, ആ എഴുതിയ വാക്കുകൾ പഠിക്കേണ്ടി വരും, സർഫ് നെഹ്വ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ ഒരു ലഡു തിന്നുന്ന ഒരു രസമൊന്നും എന്തായാലും ഇതിന് ഉണ്ടാവില്ല എന്ന് തുടക്കത്തിലേ പറയാം. നമുക്ക് വെറുതെ ഇങ്ങനെ ലഡുമണിയൊക്കെ പ്ലേറ്റിലെടുത്തിട്ട് ഇങ്ങനെ തിന്നുമ്പോഴുള്ളൊരു സുഖമൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ ലഫ്ദുകളൊക്കെ പറഞ്ഞ് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് അർത്ഥം വെപ്പിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ രസമൊന്നും ഉണ്ടാവില്ല എന്ന് 10 കൊല്ലത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ സുഖങ്ങളുണ്ടാവും. എന്തായാലും
നഷ്ടപ്പെട്ട ഒരു കാര്യം തിരിച്ചു പിടിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചുണ്ടാവുക. അല്ലാതെ പിന്നെ ചോരത്തിളപ്പിന്റെ ആ ഒരു കാര്യം നമ്മളൊക്കെ പഠിക്കുമ്പോണ്ടാകുന്ന ഒരു അലോസരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും അള്ളാഹു ഈ ഒരു വഴിയിലൂടെ വളരെ റാഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ സെഷന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, ഫീഡ്ബാക്കുകളായിട്ടോ എന്തെങ്കിലുമൊക്കെ? അല്ലെങ്കിൽ നമുക്ക് ഏഹ് ആ നമുക്ക് തൽക്കാലം എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ പോവാം. ഇനി എന്തെങ്കിലും ആ, നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് പ്രയാസം പ്രശ്നമില്ല. ഈ ഒരു സമയം തന്നെ സ്യൂട്ടായെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലേ? ഏകദേശം എല്ലാം കുഴപ്പമില്ലാത്തൊരു സമയം ഇതാണ്. നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഇനി ഇൻ കേസ് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിൽക്കുകയാണ്, പിന്നെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായാൽ നമുക്ക് സമയത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉപയോഗിക്കാം. ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇൻഷാ അല്ലാ. ഏഹ് കേട്ടില്ല ഒന്നുമില്ല. എങ്ങനെ? എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും റെക്കോർഡ് ക്ലാസ് കിട്ടുന്ന രൂപത്തിലുണ്ടാവും. നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല. ഇനിയിപ്പോൾ കേട്ടവർക്ക് തന്നെ ഒന്നും കൂടെ കേൾക്കാൻ തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ അത് പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡ് ക്ലാസ് എല്ലാവർക്കുമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഇൻഷാ അല്ലാ. ഞാൻ നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നൗഷാദ് എന്താ ചോദിച്ചു? കേട്ടില്ല. ആ സംശയ നിവാരണം രണ്ട് രൂപമുണ്ട്. ഒന്ന് നമുക്ക് പിന്നെ ക്ലാസ്സിൽ തന്നെ പരമാവധി ചോദിക്കാം. അത് വളരെ ഡീപ്പായിട്ട് പറയേണ്ട വിഷയമാണെങ്കിൽ അത് നമുക്ക് പേഴ്സണലായിട്ട് മാറ്റാം. കാരണം ക്ലാസ് നീങ്ങുന്നതിന് ഒരു പിന്നെ ഇതാവരുതല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഉപകാരപ്പെടുന്ന വിഷയങ്ങളും വളരെ സിമ്പിൾ ആയതൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലാസ് തന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ പേഴ്സണൽ ഏഹ് ആ എങ്ങനെ ആ ഇല്ല, അത് ഫാത്തിഹന്റെ ഭാഗമല്ല. നമ്മൾ ഖുർആൻ ഓതുമ്പം പിശാചിന്ന് രക്ഷ എന്നുള്ളതുണ്ടല്ലോ. തഅബ്ബുദ് വേറെ രൂപത്തിൽ റബ്ബി അഊദു ബിക തഅബ്ബുദിന്റെ പല രൂപമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്തിന്റെ ഭാഗമല്ല. ഇല്ല ഇല്ല. ഇൻഷാ അല്ലാഹ്. ഓക്കെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.